ഹായ്, ഓണത്തിന് വിശേഷം ഇവിടെ തീർന്നിട്ടില്ല. എൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ കണ്ടിട്ടുണ്ടായി, പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഓണം സെലിബ്രേഷൻ കണ്ടു അല്ലേ. ഇനി എൻ്റെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ ദ ക്ലൈമാക്സ് കാണാം. പിന്നെ നേരത്തെ ഇട്ട വീഡിയോസിന് എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നത്, അതുകൊണ്ട് ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. ഓക്കെ, നമുക്കപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞങ്ങൾ സദ്യക്കുള്ള ഇല വെട്ടി, അതിനുശേഷം ഇലയടയ്ക്കുള്ള ഇല കൂടെ വെട്ടി വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛനും ചേട്ടനും കൂടെ അത് മെയിൻ ഐറ്റം ചിപ്സ്, ശർക്കര പുരട്ടി, അതിനുള്ള കായ അരിഞ്ഞു. വീഡിയോ എടുക്കലില്ലാതെ ഞാനും ചെറിയ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കണ്ടതാണ് ചികിട ഉരുട്ടുകയായിരുന്നു ഞാൻ. ആദ്യത്തെ ശ്രമം ശർക്കര പുരട്ടി സക്സസ് ആയിരിക്കുന്നു ഗൈസ്. പിന്നെ അടുത്ത ഐറ്റം ചിപ്സ് അരിഞ്ഞ് വറുത്തെടുത്ത് നന്നായിരുന്നു. പിന്നെ അതിനുശേഷം ചികിടയായിരുന്നു വറുത്തത്, അതും നന്നായിരുന്നു. പിന്നെ അമ്മയുടെ സ്വന്തം സ്റ്റൈൽ, നാടൻ സ്റ്റൈലില് ഇലയട ഉണ്ടാക്കി, അതും ഒരു സക്സസ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരുവോണ ദിനത്തിലേക്ക് കടക്കാം. കുളിച്ചൊരുങ്ങി ഫാമിലി ആയിട്ട് നമ്മൾ പഴയ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി. നല്ല പാലട പായസം അവിടെ കയറുമ്പോൾ തന്നെ കിട്ടും. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു വന്നൊരു ഹായ് പറഞ്ഞു. തൊഴുതിറങ്ങിയതിന് ശേഷം വീഡിയോ, ഫോട്ടോ ഇതൊക്കെ എടുക്കലാണ് അടുത്ത പരിപാടി. ഇവിടെ നോക്കിയേ, എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല മനോഹരമായ കാഴ്ച തന്നെയാണിത് അല്ലേ. അതൊക്കെ കണ്ടപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി. എൻ്റെ അക്കൗണ്ടിൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഈ മൂഡൊന്നും നോക്കിയേ, ക്ലാസിക്കൽ മൂഡ്. നമ്മുടെ കാർത്തിക്കും പെങ്ങളും കൂടെ ഒരു പൊളിയങ്ങ് വിളിച്ചേക്കണ്, സെറ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തർ സ്പീക്കറായിട്ട് വന്ന്, പിന്നെ നമ്മൊന്നും നോക്കിയില്ല, പാട്ടിട്ട് അങ്ങോട്ട് പൊളിച്ച്. ഈ വെയിലത്തെ ഡാൻസ് ഒക്കെ കളിച്ച് ആകെ ടയർഡായി വീട്ടിലേക്ക് ഓടിപ്പോവാ സദ്യ കഴിക്കാൻ. ചെന്ന് കയറിയപ്പോൾ തന്നെ മാവേലിക്ക് വെള്ളം വെച്ച് സദ്യ എടുത്ത് കഴിക്കാൻ പോയി. അച്ഛൻ പറഞ്ഞു, മോനെ നീ ഇത് കഴിക്കും, നിനക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളി സദ്യ കഴിച്ചതിന് ശേഷം നല്ല കിടിലൻ പാലട പ്രഥമൻ. ആഹാ, ഊണ് കഴിഞ്ഞാലൊരു ഉറക്കം നിർബന്ധ. ശരിയെന്നാ.